കുട്ടികൾക്ക് ഏറ്റവും കോമൺലി ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് പനിക്കുമ്പോൾ ജന്നി വരാം. അതാണ് എടുത്തു പറയാനുള്ളത്. ഈ എപ്പിലെപ്സി എന്നുള്ള വാക്ക് വേറെയാണ്, അത് സീഷർ ഡിസോർഡർ എന്ന് പറയും. പക്ഷേ പനിക്കുമ്പോൾ ഒരു 6 മാസം മുതൽ 6 വയസ്സ് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ചൂട് കൂടി കഴിഞ്ഞാൽ ജന്നി വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ഫസ്റ്റ് എയ്ഡ് നമ്മൾ വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞിരിക്കണം. കുട്ടിയെ ഉടനെ നമ്മൾ തുണിയെല്ലാം മാറ്റുക, കാരണം ചെറിയ കുട്ടിയാണ്. എന്നിട്ട് കുട്ടിയെ കമഴ്ത്തി കിടത്തുക, കഴുത്ത് കുറച്ച് നീട്ടി വെച്ച് നനഞ്ഞ തുണിയുടെ അപ്പം തന്നെ ഹോൾ ബോഡി തുടച്ച് തണുപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ ഫുൾ സ്പീഡിലിടുക. ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ബുക്കോ മുറമോ എന്തെങ്കിലും എടുത്ത് നല്ലോണം വീശുക, സഡനായിട്ട് കൂൾ ചെയ്യുക. അപ്പോൾ ഐസ് നേരിട്ട് വയ്ക്കരുത്, ഐസ് വെള്ളവും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് സാധാരണ ടാപ്പ് വെള്ളത്തിൻ്റെ ചൂടാണ് നല്ലത്. അപ്പോൾ ആ രീതിയിലുള്ള വെള്ളം കൊണ്ട് ഈ കുട്ടിയെ നനച്ച് തുടച്ച് വേഗം തണുപ്പിക്കുക. കമഴ്ത്തി വേണം കിടത്താൻ. ഇനി അതിനിടയ്ക്ക് കാറ് വന്നു, ആംബുലൻസ് വന്നു, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും ഓടിക്കയറുന്നു. അങ്ങനെ പോകുന്ന വഴിക്കും കുട്ടി വലിയ ആളാണെങ്കിൽ കമഴ്ന്ന് വേണം സീറ്റിൽ കിടത്താനോ മടിയിൽ കിടത്താനോ. ചെറിയ ബേബി ആണെങ്കിലും അതിനെ കഴിയുന്നത്ര കമഴ്ത്തി മടിയിൽ കിടത്തിയിട്ട് കൊണ്ടുപോവുക. സോ ദാറ്റ് ഈ ബോധമില്ലാത്ത നേരത്തെ തന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും വായിന്ന്. നേരെ മറിച്ച് ഇങ്ങനെ കുട്ടിയെ കിടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് അത് ചിലപ്പോൾ ഒന്ന് ഛർദ്ദിക്കും ഇതിൻ്റെ ഭാഗമായി. ആ ഛർദ്ദി മൊത്തം ശ്വാസനാളത്തിനകത്തോട്ട് കുടലിന് പൊന്തി വന്നു ഇവിടെ വെച്ചിട്ട് ട്രാക്ക് തിരിഞ്ഞ് ശ്വാസനാളത്തിൽ പോകും. അതോടെ കുട്ടിക്ക് ചിലപ്പോൾ മരണത്തിൽ വരെ എത്തിക്കളയാം. അതുകൊണ്ട് കമഴ്ത്തി മടി കിടത്തുകയാണെങ്കിൽ വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ നേരത്തെ കഴിച്ച ചോറായിരിക്കാം, അല്ലെങ്കിൽ കുറുക്ക് കൊടുത്ത കുട്ടിയായിരിക്കും. വരുന്നതെല്ലാം പുറത്തോട്ട് ചാടി അങ്ങ് വയ്ക്കോളും, അകത്തോട്ട് ശ്വാസനാളം ബ്ലോക്ക് ചെയ്യാതെ.